ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 10. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ്തേജസ്സിനാമഹം. അല്ലയോ അർജുന, സർവജീവജാലങ്ങളുടെയും സനാതനമായ ബീജമെന്ന് നീ എന്നെ അറിയൂ. ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും തേജസ്വികളുടെ തേജസ്സും ഞാനാകുന്നു. ഇവിടെ കഴിഞ്ഞ ശ്ലോകങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സകല ചരാചര പ്രപഞ്ചത്തിൻ്റെയും അടിസ്ഥാന കാരണം പരമാത്മാവിൽ തന്നെയാണ്, ഭഗവാനിൽ തന്നെയാണ്. എല്ലാറ്റിൻ്റെയും ഉത്ഭവം ഞാനാണ്. അഹം സർവസ്യ പ്രഭവോ എന്ന് 10-ാം അധ്യായത്തിൽ 8-ാം ശ്ലോകത്തിലും പറഞ്ഞിട്ടുണ്ട്. മമ യോനിർ മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത എന്ന് 14-ാം അധ്യായത്തിൽ 3-ാം ശ്ലോകം കൊണ്ടും പറഞ്ഞിട്ടുണ്ട്. മഹത്തായ പ്രകൃതി എൻ്റെ യോനിയാകുന്നു, ഉത്ഭവസ്ഥാനമാകുന്നു. അതിൽ ഞാൻ ഗർഭത്തെ ധരിക്കുന്നു. ആ പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സർവഭൂതങ്ങളും ഹേ ഭാരത, അതിൻ്റെ ഒക്കെ അടിസ്ഥാനം ഞാനാകുന്നു. ബീജം എന്ന് പറഞ്ഞാൽ പ്രരോഹ കാരണം എന്നാണ് അർത്ഥം. പ്രരോഹ കാരണം എന്ന് പറഞ്ഞാൽ മുളയ്ക്കുന്നതിന്, ഉണ്ടാവുന്നതിനുള്ള കാരണം, അതാണ് ബീജം. അപ്പൊ ഭൂതങ്ങളുടെ മുഴുവൻ ആവിർഭവത്തിന് കാരണമായതേതോ അതാണ് ബീജം. അടിസ്ഥാന കാരണം ഞാനാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള സർവഭൂതങ്ങളെയും നിലകൊള്ളുന്നത് സത്തിലാണ്, ആ ഉണ്മയിലാണ്. അത് നാശരഹിതമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ദേശകാല ഭേദമില്ലാതെ നിലകൊള്ളുന്ന ഉണ്മയാണ് എല്ലാ ഭൂതങ്ങളുടെയും, ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചത്, ഉണ്ടായത്. അങ്ങനെയുള്ള എല്ലാറ്റിൻ്റെയും നിലനിൽപ്പ് ആ വിത്തിലാണ്, ആ ബീജത്തിലാണ്. എന്നിട്ട് പറയാണ് ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാനാകുന്നു എന്ന്. ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകശക്തിയാണ്. വിവേകത്താൽ വികാരത്തെ നിയന്ത്രിക്കപ്പെടുന്ന ആ ബുദ്ധി, അത് ഞാനാകുന്നു. വൈകാരികമായ തലമല്ല, അത് പ്രകൃതി വശകരായവരുടെ ഭാവമാണ്. പ്രകൃതിക്ക് വശകരായിട്ടാണ് വികാരഭാവങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ വികാരം ഇല്ലെന്നല്ല, പക്ഷെ വികാരങ്ങൾ വിവേകത്തിനാൽ നിയന്ത്രിതങ്ങളായിരിക്കും. അങ്ങനെയുള്ളവരുടെ ബുദ്ധി, ആ വിവേക ബുദ്ധി, അതാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടത്. അപ്പൊ കർത്തവ്യമാണോ അകർത്തവ്യമാണോ എന്ന് അതത് സന്ദർഭത്തിൽ വിവേചനം ചെയ്ത് നിശ്ചയിക്കാനുള്ള അന്ധഃകരണത്തിൻ്റെ ആ കഴിവിനെയാണ് ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള വിവേകശാലികളുടെ വിവേകശക്തി ഞാനാകുന്നു. അപ്പോൾ ബുദ്ധിയാകുന്ന എന്നിൽ എല്ലാ ബുദ്ധിമാന്മാരും കോർക്കപ്പെട്ടിരിക്കുന്നു. വിവേകികളൊക്കെ ആ വിവേകം വാസ്തവത്തിൽ ആരതാണ്? അത് ഭഗവാനാണ്. അതിൽ കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന് അനുസന്ധാനം ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് പറയുകയാണ് തേജസ്വികളുടെ തേജസ് ഞാനാകുന്നു. തേജസ് ഉള്ളവരാണ് തേജസ്വികൾ. അപ്പം അവരുടെ തേജസ് ഞാനാകുന്നു. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അഗ്നിയുടെ തേജസ്സിനെ പറ്റിയൊക്കെ. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ മഹത്തുക്കളുടെ ആ ഉപാസനാ സ്ഥൈര്യത്തിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാവുന്ന, ആ വിവേകശക്തിയിൽ നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന തേജസ്സാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ആ തേജസ്സിലാണ് തേജസ്വികൾ കോർക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അനുസന്ധാനം ചെയ്യണം. ഇവിടെ ഭാഷ്യകാരൻ അതിനെ പ്രാഗൽഭ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാഗൽഭ്യം. അപ്പം തേജസ്സിന് പ്രാഗൽഭ്യം എന്നും അർത്ഥം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പ്രഗത്ഭരായവരുടെ, തത്വജ്ഞാനികളുടെ പ്രാഗൽഭ്യം യാതൊന്നുണ്ടോ അത് ഞാനാകുന്നു എന്ന് വിവേചനം ചെയ്ത് വിവേകപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥം. അപ്പൊ സർവചരാചരങ്ങളുടെയും ശാശ്വതമായ അടിസ്ഥാനം, വിത്ത്, പരമകാരണം ഞാനാണ്. ദൃശ്യവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന വസ്തുക്കൾ, അവയ്ക്ക് ഉണ്മ നൽകുന്ന, ആ ജഡമായ പദാർത്ഥങ്ങളാകുന്ന ദൃശ്യവസ്തുക്കൾക്ക് ഉണ്മ നൽകുന്ന
ആ അദൃശ്യമായ ചേതനാശക്തി എന്താണ്, അതിൻ്റെ ബന്ധം എന്തെന്ന് ഗ്രഹിക്കാൻ ആണ് ഈ ഉദാഹരണങ്ങളൊക്കെ നിരത്തിയത്. അല്ലാതെ കേവലം ജഡം ഒന്നും പ്രവർത്തിക്കുന്നില്ല. ആ ജഡത്തെ ജഡമല്ലാത്തത് ആക്കി തീർക്കുന്നത് ചേതനാശക്തിയാണ്, ആ ഉണ്മയാണ്. അപ്പോൾ ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാനാണ്. സാധാരണക്കാരെ അപേക്ഷിച്ച് കൂടുതൽ സൂക്ഷ്മമായിരിക്കും വിവേകികളുടെ ബുദ്ധി, സ്ഥൂലമായിരിക്കുക. സ്ഥൂലമായതിൽ അവർ കിടന്ന് അങ്ങോട്ട് പെട്ടുപോവില്ല. സ്ഥൂലമായത് മാത്രം സത്യമാണെന്നുള്ള ഭാവമല്ല തത്വജ്ഞാനികളിൽ ഉണ്ടാകുന്ന ബുദ്ധി, അത് സൂക്ഷ്മമാണ്. അവർ കാണുന്നതിൻ്റെ ഉപരി കാണും. ലോകത്ത് സാമാന്യ ജനങ്ങൾ തെറ്റെന്ന് പറയുന്നതും ശരിയെന്ന് പറയുന്നതും വാസ്തവത്തിൽ സൂക്ഷ്മദൃക്കുകളുടെ കണ്ണിൽ അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അവർ വിവേചന ശക്തിയുള്ളതാണ്. അങ്ങനെയുള്ള വിവേകികളുടെ ബുദ്ധി എന്നതിനാൽ അതിൽ ആത്മതത്വം തെളിഞ്ഞ് പ്രകാശിക്കുന്നുണ്ട്. ബൾബിലൂടെ വെളിച്ചമായും ഹീറ്ററിലൂടെ ചൂടായും റേഡിയോയിലൂടെ പാട്ടായും ഒക്കെ പ്രകടമാകുന്നത് വിദ്യുച്ഛക്തിയാണെങ്കിലും ബുദ്ധിമാന്മാരുടെ വരുന്ന വിവേചന ശക്തിയായും തേജസ്വികളിലൂടെ വരുന്ന തേജസ്സായും പ്രകടമാകുന്നത് ആ ഭഗവത് ചൈതന്യം തന്നെയാണ്, പരമാത്മ ചൈതന്യം തന്നെയാണ് എന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്.